പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി കുടിച്ച് ലക്ക് കെട്ടിട്ട് നമ്മുടെ നന്ദുവിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ വിവരം നന്ദു ആദർശിനെയും നയനെയും അറിയിച്ച ആ ഉടനെ തന്നെ അവർ അനിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വരികയാണ്. പക്ഷേ ആ സമയത്ത് അനി പോകാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ വെള്ളമടിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ ഇന്ന് ലോക്കപ്പിലിടണം, ഞാൻ കൂടെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. കാരണം അനിയുടെ മനസ്സിൽ നന്ദുവിനെ കണ്ടിട്ട് ആ ഒരു ദിവസം അവിടെ നിൽക്കാം എന്നുള്ള ഉദ്ദേശമാണ്. അങ്ങനെ ആ സമയത്ത് ആദർശൻ നയനയും പറയുന്നുണ്ട്, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞങ്ങളുടെ കൂടെ നോക്ക്, നിൻ്റെ പേരിൽ ഒരു കേസും ഫയൽ ചെയ്തിട്ടില്ല, നീ വേഗം വരാൻ നോക്കിയില്ലെങ്കിൽ അടിച്ച് കരണം നിൻ്റെ ഞാൻ പൊട്ടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് എന്തിനാ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വാശി പിടിക്കുന്നത്, ഞാനിവിടെ കിടക്കേണ്ടവനാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആവർത്തിച്ച് പറയുകയാണ്. പിന്നീട് ആദർശം നയനയും പറഞ്ഞതനുസരിച്ച് അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പോകുന്ന സമയത്ത് അനി നന്ദു അവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശം നീ ആരെയാണ് ഈ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഓ ഞാനിവിടെയുള്ള SI സാറെ നോക്കിയതാണേ, ഒരിക്കലും നമ്മുടെ മുന്നിലേക്കൊന്നും വരില്ലല്ലോ, അതാണല്ലോ ഇപ്പോൾ അവൾ വലിയ SI ആയൊക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ആദർശൻ നയനയും പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞിട്ടില്ല അവളുടെ പിന്നാലെ നടക്കരുത് എന്നുള്ളത്, നീ അനാമികയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നാൽ മതി, ഇനി നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുത് എന്നുള്ളത് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു എവിടേക്ക് വരുന്നുണ്ട്. ഓ വന്നല്ലോ എന്നെ കൊണ്ടുവന്നവളെ, ഞാനിവിടെ വന്നിട്ടും എൻ്റെ മുന്നിൽ വരാതെ നടക്കുകയാണ്, വിളിച്ചാലറ്റ് ഫോൺ എടുക്കുകയില്ല, ഇവിടെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് പോലും എൻ്റെ മുന്നിലേക്ക് വരുന്നുമില്ല, എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ നിന്നോടാണ് ചോദിക്കേണ്ടത്, എന്താണ് നിൻ്റെ ഉദ്ദേശം, ഇനി എന്നെ ശല്യം ചെയ്താലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഓ ശല്യം കൂടുതലായാലും നീ പിടിച്ച് ലോക്കപ്പിലിടും, എനിക്ക് പിന്നെ സുഖമായല്ലോ, നിന്നെ എപ്പോഴും കണ്ടിരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ഇവനോട് പറയേണ്ടത്, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന ചിന്തയിൽ നിൽക്കുക. അങ്ങനെ പിന്നീട് നമ്മുടെ അനിയെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയാണ് ആദർശ്. ആ സമയത്ത് നന്ദുവിന് അനിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ അനന്തപുരിയിൽ എത്തുകയാണ്. അനന്തപുരിയിൽ എത്തുന്ന സമയത്ത് ദേവയാനിയും നമ്മുടെ ജയനും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ നയനയും ആദർശും എവിടേക്ക് പോയതാണെന്നറിയാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് അവർ വീട്ടിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് നയനയോടും ആദർശനോടും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് പോയത്, പോകുമ്പോൾ ഒരു വിവരം ഞങ്ങളോട് പറഞ്ഞൂടെ, ഞങ്ങളിവിടെ അന്വേഷിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ അർജൻറ്റായിട്ട് പോയതായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ആ സമയത്താണ് ദേവയാനി അനിയെ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവനെന്താ വല്ല അവശതയും അസുഖവും ഉണ്ടോ, എന്താ ഇവൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവനൊരു അസുഖവുമില്ല, അവന് വരുത്തി വെച്ചതാണ്, അന്നത്തെ പോലെ മുഴുക്കുടിയനായിട്ട് നടക്കാനാണെന്നാണ് ഉദ്ദേശമെന്ന് തോന്നുന്നു, അവൻ ഫുള്ള് കുടിച്ച് ഫിറ്റായിരിക്കുകയാണ്. ഇപ്പോൾ നന്ദു വിളിച്ചിട്ട്, നന്ദുവിൻ്റെ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്, നന്ദു വിളിച്ചിട്ട് ഞങ്ങൾ ഇവനെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു, നന്ദു ചെക്കിങ്ങിന് ഇറങ്ങിയെന്ന് അറിഞ്ഞ സമയത്ത് ഇവൻ മനഃപൂർവ്വം കുടിച്ച് അങ്ങോട്ട് പോയതാണ് നന്ദുവിനെ കാണാനും നന്ദുവിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തതാണ്, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരാനും കൂട്ടാക്കിയില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ദേവയാനി മുഖത്തൊക്കെ അടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ നിൻ്റെ ഉദ്ദേശം, നീ എന്താ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നന്ദുവിൻ്റെ പിന്നാലെ പോകരുത് എന്നുള്ള കാര്യമൊക്കെ, നീ നിൻ്റെ ജീവിതം നോക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ് അനി. അങ്ങനെ പിന്നീട് നമ്മുടെ ആദർശ അനിയും കൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി അവരെ പിരിക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്, അവരത്രയ്ക്കും അടുത്ത് പിരിയാൻ പറ്റാത്ത രീതിയിൽ അവൻ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്താണ് എന്നുള്ളത് വരുന്ന രീതിയിൽ നമുക്ക് കാണാം എന്നുള്ള രീതിയിലൊക്കെ ജയൻ പറയുകയാണ്. ആ സമയത്ത് ആകെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ദേവയാനി. അങ്ങനെ പിന്നീട് അനാമികയെ കാണിക്കുന്നുണ്ട്. അനാമിക അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താണ്, അങ്ങോട്ട് പോയതായിരുന്നു. ആ സമയത്ത് അച്ഛനും അമ്മയും, നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം, എന്നാലും നമ്മുടെ പ്ലാനിങ് പോലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അനാമികയെ അനന്തപുരിലോട്ട് പറഞ്ഞയക്കുകയാണ്. അവർ പറഞ്ഞത് കേട്ടിട്ട് അനാമിക നേരെ അനന്തപുരിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയുടെ അടുത്തോട്ടാണ് വരുന്നത്. ദേവയാനിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു, അതനുസരിച്ചാണ് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അമ്മയെ എന്നൊക്കെ വിളിച്ച് വരികയാണ്. എന്നിട്ട് മോള് വരണോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ, പിന്നെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ടാണ് വന്നത്, ഇവിടെ എന്നോട് സ്നേഹമുള്ള ആരും ഇപ്പോഴില്ലല്ലോ, എനിക്ക് എന്നെ തീരെ വേണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി
പറയുന്നുണ്ട് അതൊക്കെ മോളുടെ വെറും തോന്നലായിരുന്നു. ഒരു സമയത്ത് നയനയും ആദർശും എങ്ങനെയായിരുന്നു, ഇപ്പോൾ അവർ വളരെ അധികം സ്നേഹത്തിലല്ലേ, അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അത് മോൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അനാമികയ്ക്ക് അച്ഛൻ പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ദേവയാനിക്ക് ചിലതൊക്കെ ചോദിക്കണം എന്നുള്ള ഓർമ്മ വരുന്നത്. എങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ആ മോളെ ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു ഒരു കാര്യം ചോദിക്കാൻ. അന്ന് ഒരു കണ്ണായ സ്ഥലത്ത് മോൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി വാങ്ങി തരുന്നു, അവിടെ പെട്ടെന്ന് തന്നെ വീട് വെക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞില്ലേ, അവിടെ വീട് വെക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. അത് സംശയത്തോടു കൂടി തന്നെയാണ് ദേവയാനി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനാമികയുടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അനാമികയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അനാമികയാണെങ്കിൽ ആകെ പരിങ്ങി കളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അത് പിന്നെ അച്ഛന് വളരെ പെട്ടെന്ന് തന്നെ വീട് വെക്കണം എന്നുള്ളത് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ അനിയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത്, എനിക്ക് എന്നോട് ഒരു താല്പര്യവും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ വീടിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്തത്. അനിയുടെ ആ ദേഷ്യം കാരണം പ്രോപ്പർട്ടി വരെ വാങ്ങിത്തരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, ആ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് അനിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ, എന്നിട്ടും എന്തേ അന്ന് വാങ്ങിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ദേവയാനിയുടെ ചോദ്യത്തിൽ അനാമിക ആകെ ഉത്തരം പറയാനാവാതെയൊക്കെ പരിങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ആ സ്ഥലം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ്, അതുകൊണ്ട് നമുക്ക് ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ, എനിക്ക് ഒന്നും കൂടെ അത് കാണണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വീട് വെക്കാൻ നിൻ്റെ അച്ഛന് പെട്ടെന്ന് താല്പര്യമില്ലെങ്കിൽ ഞാനും കൂടെ സഹായിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും വേണ്ടില്ല, എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് കാണണം, എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അച്ഛൻ അന്ന് കണ്ടുപിടിച്ച ആ ഒരു പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് പിന്നെ അമ്മ ഞാനും പോയിട്ട് കുറേ കാലമായി, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു തവണ പോയത് കൊണ്ട് തന്നെ എവിടെയാണെന്നുള്ളതും എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അന്ന് ഞാനും കൂടെ വന്നതായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് എവിടെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോളുടെ അച്ഛൻ വേറെ 1-2 സ്ഥലത്തൊക്കെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ പറഞ്ഞത്, അതൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ മോൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ എനിക്ക് പോലും അറിയത്തില്ല അച്ഛൻ എവിടേക്കാണ് വാങ്ങിയിട്ട് എന്നുള്ളത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിയിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പരിങ്ങിക്കൊണ്ട് പറയുകയാണ്. പക്ഷെ അനാമിക പറയുന്നതൊക്കെ കള്ളത്തരമാണ് എന്നുള്ളത് ദേവയാനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് അവളെ കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെ അങ്ങോട്ട് പോകാം, ആ സ്ഥലം കാണാമെന്നൊക്കെ രീതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവയാനി.